ഹായ് ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് മുമ്പായിട്ട് നമ്മൾ കീമിൻ്റെ തേർഡ് അലോട്ട്മെൻറ്റ് വന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവർ കാണുക, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ വീഡിയോയിൽ നമ്മളൊരു ഒരു പ്രോസ്പെക്ടസിലൊരു ക്ലോസ് പ്രകാരം പിഴ ഈടാക്കുന്നതിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് വിശദമായി പരിശോധിക്കാം കേട്ടോ. അന്തിമഘട്ട പ്രോസ്പെക്ടസ് ആണിത്. പ്രോസ്പെക്ടസിൻ്റെ 133 പേജിലാണ് ഇതുള്ളത്. അന്തിമഘട്ട അലോട്ട്മെൻറ്റിൽ അനാവശ്യമായി ഓപ്ഷൻ ഫയൽ ചെയ്യുന്നതിനും നിലനിർത്തുന്നതിനും താഴെ പറയുന്ന രീതിയിൽ പിഴ ഈടാക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഈ ക്ലോസ് പറഞ്ഞിരിക്കണേ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളുടെ കാര്യമാണ്. AICTE അംഗീകൃത കോഴ്സുകളിൽ അനാവശ്യമായി ഓപ്ഷൻ ഫയൽ ചെയ്യുന്ന നിലനിർത്തുന്ന വിദ്യാർത്ഥികൾക്ക് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ അന്തിമഘട്ട അലോട്ട്മെൻറ്റ് പ്രകാരം ഏതെങ്കിലും കോഴ്സ് ഓർ കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും എന്നാൽ പ്രവേശനം നേടാത്തതു കാരണം സർക്കാർ സീറ്റോ പ്രവേശന പരീക്ഷാ കമ്മീഷണർ അലോട്ട്മെൻറ്റ് നടത്തുന്ന മാനേജ്മെൻറ്റ് സീറ്റ് നഷ്ടപ്പെടുത്തുകയും പ്രസ്തുത സീറ്റ് ക്ലാസ് തുടങ്ങിയതിനു ശേഷവും നികത്താതിരിക്കുകയും ചെയ്യുന്ന പക്ഷം അത്തരം വിദ്യാർത്ഥികൾക്ക് പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അടച്ച തുക തിരികെ നൽകുന്നതല്ല. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ടുണ്ടായി, കുറേ പേര് പൈസ അടച്ചിട്ടുണ്ട്, സീൽക്ക് അത് റീഫണ്ട് ചെയ്യുന്ന കാര്യം. അപ്പോൾ നിങ്ങൾ നോക്കുക, തേർഡ് അലോട്ട്മെൻറ്റിലാണ് നിങ്ങളത് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പൈസ തിരിച്ച്, നിങ്ങൾ അഡ്മിഷൻ എടുത്തില്ലെങ്കിലും പൈസ കിട്ടുന്ന കാര്യം ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത ക്ലോസ് അതിനേക്കാളും കുറച്ചും കൂടി കഠിനമാണ്. അത് വരുന്നത് ആർക്കിടെക്ചർ കോഴ്സുകളുടെ കാര്യമാണ്. കണ്ടോ, ഈ ഘട്ടത്തിൽ സ്വകാര്യ സ്വാശ്രയ കോഴ്സുകൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികൾക്ക് അനാവശ്യ ഓപ്ഷനുകൾ നൽകിയതിന് പ്രോസ്പെക്ടസ് ക്ലോസ് പ്രകാരമുള്ള വ്യവസ്ഥകൾ ബാധകമായിരിക്കും. ഇതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി അടുത്തത് നോക്കിയിരിക്കണേ, സ്വകാര്യ സ്വാശ്രയ ആർക്കിടെക്ചർ കോളേജുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികൾക്ക് അനാവശ്യ ഓപ്ഷനുകൾ നൽകിയതിന് പ്രോസ്പെക്ട് ക്ലോസ് 12C പ്രകാരമുള്ള വ്യവസ്ഥകൾ ബാധകമായിരിക്കും. അതെന്താണെന്നാണ് നമുക്ക് ആർക്കിടെക്ചർ കോഴ്സുകളുടെയൊക്കെ എന്താണ് കാര്യം എന്ന് നമുക്ക് നോക്കാം. AICTE അല്ലാത്ത മറ്റു കോഴ്സുകളുടെ, മെഡിക്കൽ പോലുള്ള കോഴ്സുകളുടെ. അപ്പോൾ AICTE അംഗീകൃത കോഴ്സുകൾ ഒഴികെയുള്ള മറ്റു കോഴ്സുകളിൽ അനാവശ്യമായി ഓപ്ഷൻ ഫയൽ ചെയ്യുന്ന നിലനിർത്തുന്ന വിദ്യാർത്ഥികൾ പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ അന്തിമഘട്ട അലോട്ട്മെൻറ്റ് പ്രകാരം ഏതെങ്കിലും കോഴ്സ് ഓർ കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും എന്നാൽ പ്രവേശനം നേടാത്തത് മൂലം സർക്കാർ സീറ്റ് പ്രവേശന പരീക്ഷാ കമ്മീഷണർ അലോട്ട്മെൻറ്റ് നടത്തുന്ന മാനേജ്മെൻറ്റ് സീറ്റ് നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന പക്ഷം പിഴ ഒടുക്കാൻ ബാധ്യസ്ഥരായിരിക്കും. ഇത്തരം വിദ്യാർത്ഥികൾ MBBS കോഴ്സിൻ്റെ സീറ്റുകളാണ് നഷ്ടപ്പെടുത്തിയെങ്കിൽ 10 ലക്ഷം രൂപയാണ് പിഴ. BDS കോഴ്സാണ് നഷ്ടപ്പെടുത്തിയതിൽ 5 ലക്ഷം രൂപ പിഴ. മറ്റു കോഴ്സുകളുടെ സീറ്റുകൾ നഷ്ടപ്പെടുത്തിയാൽ 50,000 രൂപ ആയിരിക്കും പിഴ. ഈ നിബന്ധനയിൽ നിന്നും വാർഷിക കുടുംബ വരുമാനത്തിൻ്റെയോ സാമുദായിക സംവരണത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ആരെയും ഒഴിവാക്കിയിട്ടില്ല. അതായത് ഒരു റിസർവേഷനുള്ള കാറ്റഗറിനെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല. കൂടാതെ ഈ വിദ്യാർത്ഥികളുടെ പരീക്ഷാർത്ഥിത്വവും റദ്ദ് ചെയ്യുന്നതായിരിക്കും. പിഴ ഒടുക്കുന്നതിൽ വീഴ്ച വരുത്തിയതിൽ നിന്നും റവന്യൂ റിക്കവറി നിയമപ്രകാരം പിഴ ഈടാക്കുന്നതായിരിക്കും. അതായത് കൊടുക്കാതെ ജസ്റ്റ് മുങ്ങാന്ന് അങ്ങനെയൊന്നും വിചാരിച്ചാൽ പോലും നടക്കില്ല എന്നാണ് പറയുന്നത്. നമ്മളെ സ്ഥലമൊക്കെ ചിലപ്പോൾ ജപ്തി ചെയ്ത് കൊണ്ടുപോകും. കൂടാതെ അത്തരം വിദ്യാർത്ഥികളെ പ്രവേശന പരീക്ഷ കമ്മീഷണർ നടത്തുന്ന പ്രവേശന പരീക്ഷയിൽ തുടർന്നുള്ള 2 വർഷത്തേക്ക് ഉൾപ്പെടുത്തുന്നതുമല്ല. 2 വർഷത്തേക്ക് അവരെ കീമിൽ നിന്നൊക്കെ പുറത്താക്കുകയും ചെയ്യും, സമ്മതിക്കില്ല എഴുതാൻ. അപ്പോൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ്. അപ്പോൾ നിങ്ങളൊന്നും ഇങ്ങനത്തെ ഇതിൽ കേസ് ഉൾപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് വിചാരിക്കാം. ഉൾപ്പെട്ടിട്ടുള്ളവർ ഇത് ശരിക്കും മനസ്സിലാക്കിയിട്ട് തീരുമാനമൊക്കെ എടുക്കുക. തേർഡ് അലോട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യണം ചെയ്യാനാത്ത കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ യൂസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയ അപ്ഡേറ്റുമായി അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ ഫ്രണ്ട്സ്. അതുവരേക്കും ബൈ ബൈ.